ചോദിക്കേണ്ടവരുടെ ചോദിക്കേണ്ട സമയത്ത് ചോദിച്ചാലേ കിട്ടേണ്ടത് കിട്ടേണ്ടവരിൽ നിന്ന് കിട്ടും. പ്രശ്നം തന്നെ. ഇത് വിടാൻ പറ്റില്ല. ചോദിക്കണം, ചോദിച്ചേ അടങ്ങൂ ഈ പ്രഭുല്ല. എന്തോന്ന് ചോദിക്കുന്ന കാര്യമാടേ? കാര്യം എന്താന്ന് വെച്ചാ പറയടേ. ഈ പറക്കുന്ന കാക്കയ്ക്ക് അതിന് ഇരിക്കുന്ന കൊമ്പ് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു ചൊല്ലുണ്ടെന്ന്. നീ വിട്. പ്രഭുല, നിനക്കെന്താ വട്ടായ? എടാ, ഇതാണ് കൂടെ നിൽക്കുന്ന നിന്റെയൊക്കെ കുഴപ്പം. അപ്പൊ എനിക്കാണ് കുഴപ്പം. എനിക്കൊന്നും മനസ്സിലായില്ല. എന്റെ അമ്മച്ചിയാണൊന്നും മനസ്സിലായില്ല. കാര്യം പറയടേ. നിനക്ക് ഒന്നും മനസ്സിലാവൂല. വെള്ളയും പൊതിച്ച് പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞോണ്ട് നടക്കുന്ന കഷ്ടം തന്നെടാ. നീയൊക്കെ വെറും തവളകളാണ്. തവളകൾ, പൊട്ടക്കുളത്തിലെ തവളകൾ. പ്രഭുല, ചോദിക്കാതെ ഞാൻ ഇന്ന് അടങ്ങൂല. തവള എന്ന് പറഞ്ഞാൽ പല ടൈപ്പിലുണ്ട്. പക്ഷേ മഞ്ഞത്തവളയ്ക്കാണ് ഡിമാൻഡ്. അത് കിട്ടാനില്ല. 6ാം വാർഡിന്റെ ഭൂമിശാസ്ത്രം വെച്ച് തവളക്കുളം കുഴിക്കാൻ പറ്റിയ വാർഡാണ് 6ാം വാർഡ്. മീൻ കൃഷി പോലെ തവള കൃഷിയിലേക്കും നമുക്ക് കർഷകരെ ആകർഷിക്കാൻ കഴിയും. ഉറപ്പല്ലേ? തവള ഇറച്ചിക്കൊക്കെ വിദേശ രാജ്യങ്ങൾ ഭയങ്കര ഡിമാൻഡാ. അത് മാത്രമല്ല, ഈ സുവോളജി പഠിക്കുന്ന പിള്ളേർക്ക് കീറി മുറിക്കാൻ തവളകളെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൊടുക്കാൻ പറ്റും. കോർപ്പറേഷന് വലിയ വരുമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും നിങ്ങൾ പറ്റിയ സ്ഥലം കണ്ടുവെക്കി. മേരെ കണ്ട് നമുക്ക് കുളം തോണ്ടിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാം. പ്രഫുല, ഊരുതണ്ടലൊക്കെ കഴിഞ്ഞ് എത്തിയാ? നീയും കൂടെ ഉണ്ടായിരുന്നു. അതെ, ഞങ്ങൾ ഈ 6ാം വാർഡിലെ 1-2 കുളം കുഴിക്കുന്നതിന്റെ ചർച്ചയിലായിരുന്നു. തവള കൃഷിക്ക് കഴിഞ്ഞ വേണ്ടേ? ഞാൻ വന്നത് ഒരു സുപ്രധാനമായ കാര്യം പറയാൻ വേണ്ടിട്ടാണ്. പ്രവർത്തകരെല്ലാം കൂടെ ഉള്ളത് നന്നായി. നീ കാര്യം പറ. മെട്രോ ഉദ്ഘാടനം ചേച്ചി അറിയിച്ചോ? ഞാന് അറിഞ്ഞോ എന്നുള്ളതല്ല എന്റെ ചോദ്യം. അറിയിച്ചോ? അത് അറിയിച്ചില്ല. എന്തുകൊണ്ട്? അത് പിന്നെ അതൊക്കെ എന്റെ ചേച്ചി, ഇത് കേരളത്തിനകത്ത് നടക്കുന്ന ഒരു സുപ്രധാനമായ ചടങ്ങല്ലേ? അതും ചേച്ചിയുടെ സ്വന്തം അധികാര സ്ഥലത്ത്. ഈ ഉദ്ഘാടന ചടങ്ങിന് ചേച്ചിയെ പോലെ ഒരു വലിയ ഒരാളിനെ വിളിക്കേണ്ടതല്ലേ? നിങ്ങൾ പറ. എടാ, അത് പിന്നെ ഞാനും മെട്രോയും തമ്മിൽ ഇങ്ങനെ അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഈ അനന്തൻകര കോർപ്പറേഷന്റെ മാഗസിനില് വർഷങ്ങൾക്ക് മുമ്പ് മെട്രോ ട്രെയിനേ നീ ഇവിടെ വരില്ലേ എന്ന പേരിൽ ഈ ചേച്ചി എഴുതിയ ഒരു കവിതയുണ്ട്. അതിനെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കറിയാം? അതൊന്ന് വായിക്കണം. ഞാനേ വായിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞിട്ടുണ്ട്. എന്തേ നീ വന്നില്ല എന്റെ പൊന്നു മെട്രോ, എത്ര കാലമായി ഞാൻ കാത്തിരിക്കുന്നു. ഓർമ്മയുണ്ടോ ചേച്ചിക്ക് അതൊക്കെ? മെട്രോ എന്ന് പറയുന്ന ഈ പദം തന്നെ ഈ നാട്ടില് ആ കവിതയിലൂടെയാണ് പലരും അറിഞ്ഞത്. അത് ശരി. നമ്മുടെ കൗൺസിലർ ഒരു കവയത്രിയാണെന്ന് പ്രഭുലം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. സത്യം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇന്ന് കാണുന്ന അനന്തകരയെ അനന്തകരയാക്കി മാറ്റിയത് ഈ ഇരിക്കുന്ന ചേച്ചി കൂടി ശ്രമിച്ചിട്ടാണ്. 6 വരിപ്പാതകൾ, റോഡുകൾ, പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനം, ആ സ്ത്രീധനമാണ് എന്റെ ഈ ഇരിക്കുന്ന ചേച്ചി. അവസാനം മെട്രോയുടെ കാര്യം വന്നപ്പോ എല്ലാവരും കൂടെ സമൂഹമായിട്ട് എന്റെ ചേച്ചിയെ തേച്ചു. ഇത്രയ്ക്ക് രാഷ്ട്രീയ പാരമ്പര്യവും തലയെടുപ്പുമുള്ള മാഡത്തിനെ ഉദ്ഘാടനത്തിന് വിളിക്കാഞ്ഞതേ അങ്ങേ അറ്റത്തെ ക്രൂരത. പറയുമ്പോ എല്ലാം പറയണം. നീ മെട്രോയെ എതിർത്തവർക്ക് പോലും ക്ഷണം ഉണ്ടായിരുന്നു. അതും VIP പാസ് കൊടുത്തു. അതെ, നമ്മുടെ ആ കൗൺസിലർ സീനത്തില്ലേ, ആ സീനത്തിനെ അവരെ വിളിച്ച് ടിവിയിൽ ഞാൻ കണ്ടതാ. നിങ്ങൾ കണ്ടില്ലേ? അത് ഞാനും കണ്ടു കേട്ടോ. ഒന്നുമല്ലെങ്കിൽ കാണാനെങ്കിലും വിളിക്കാമായിരുന്നു. മഹാമോശം. പിന്നെ രാഷ്ട്രീയമായി പറയാനെന്നുണ്ടെങ്കിൽ അപലപനീയം. ചേച്ചി മേഡം,
എന്താ ഇത്? ഞാനാണെങ്കിലുണ്ടല്ലോ സങ്കടം കയറി മൂത്ത് ചത്തുപോയേനെ. വിഷമം കാണും. ഈ വരുന്ന കണ്ണീരിന്റെ പേരാണ് മെട്രോ കണ്ണീർ. ചേച്ചി ആയതുകൊണ്ട് മാത്രം, ഈ ധീരവനിത ആയതുകൊണ്ട് മാത്രം പിടിച്ചിരിക്കുന്നു. കരയരുത്, കരയരുതെന്ന്. ആ. ധാന്യങ്ങൾ നന്നായിരിക്കുന്നു മോളെ. പ്രോജക്റ്റ് വർക്ക് ആയിരിക്കും അല്ലേ? അതെ അച്ഛാ. പയറ്, ഉഴുന്ന്, കടുക്. മോളെ ആ ഉഴുന്നിനകത്ത് കുറച്ചുകൂടി എടുത്തിട്, എന്നാലേ അതിനൊരു ഭംഗി വരൂ. അച്ഛാ. ആ മോളെന്താ ചെയ്യുന്നേ? പ്രോജക്റ്റ് വർക്ക് ആണല്ലേ. സേവ് വാട്ടർ, സേവ് വാട്ടർ. ആ മോളെ, ഈ സേവ് വാട്ടറിന്റെ ചിത്രം വരയ്ക്കുമ്പോ അതിനോടൊപ്പം ഒരു വെള്ളമില്ലാത്ത ടാപ്പൂടെ വരയ്ക്കണം. ഒന്ന് പോവച്ചാ, ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ, നാളെ സബ്മിറ്റ് ചെയ്യാനുള്ളതാ. മക്കളെ, മുതിർന്നവരോട് ഇങ്ങനെയൊന്നും ഒച്ചത്തിൽ പറയാൻ പാടില്ല. അച്ഛൻ വീട്ടിൽ വരുമ്പോ ഭയം, ഭക്തി, ബഹുമാനം എന്നിവയോടെ പെരുമാറാവൂ. ഇത് ഞാൻ എപ്പോഴും പറഞ്ഞു തരണോ മക്കളെ? സോറി അച്ഛാ. സോറിയൊക്കെ നിങ്ങൾ പുറത്തുള്ളവരോട് പറയണം. അച്ഛനോട് ഹിന്ദിയിൽ മാപ് കീജിയെ പിതാജി എന്നാ പറയേണ്ടത്. ഹിന്ദി ഹമാരാ രാഷ്ട്രഭാഷ ഹി, യേ ഭൂൽനാ നഹി. ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണ്, അത് മറക്കരുത്. കഴിയുന്നത് നമ്മൾ ഹിന്ദിയിൽ സംസാരിക്കാൻ നോക്കാം അച്ഛാ. അച്ഛാ, എന്നാ ഇതൊന്ന് ഹിന്ദി പറഞ്ഞു നോക്കിയേ. हम हिंदी में बात करने के लिए के लिए कोशिश करेंगे. कोशिश करेंगे. बहुत अच्छा बेटी, बहुत अच्छा. माताजी किधर है? അമ്മ മാതാശ്രീ അന്തർ ബിസ്തർ സേ ലേറ്റ്. അമ്മ അകത്തെ കട്ടിലിൽ കിടക്കാം. അമ്മയ്ക്ക് സുഖമില്ലാന്ന് തോന്നുന്നു, ഞങ്ങൾ വന്നപ്പോഴേ കിടക്കാം. അതെന്താ പെട്ടെന്ന്? അച്ഛാ, പ്രബല മാമ വന്നിട്ടുണ്ട്. ഭഗവാൻ. ഓ, അച്ഛൻ്റെ ഒരു ഹിന്ദി. क्या हो गया പത്മം? എന്തു പറ്റി? അസ്പതാൽ ജാന? ആശുപത്രി പോണോ? മെട്രോ ആരെ? മെട്രോ മെട്രോ ട്രെയിനോ? അല്ല, നിനക്കിപ്പോ മെട്രോ ട്രെയിനിൽ കയറണോ? വേണ്ട, എന്നെ മാത്രം ഒഴിവാക്കി കളഞ്ഞില്ലേ. मेरा भगवान, मेरी पत्नी पागल हो गया क्या? അല്ല പത്മം, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അളിയൻ വന്നാ? ശുക്രിയ. ചായ. മെട്രോ ട്രെയിൻ ഉദ്ഘാടനത്തിന് മുഴുവൻ ജനപ്രതിനിധികൾക്കും ക്ഷണം ഉണ്ടായിരുന്നു. എന്തോ എല്ലാരും കൂടെ എന്റെ ചേച്ചിയെ മാത്രം ഒഴിവാക്കി കളഞ്ഞു. കഷ്ടം. അത് ശരി. അപ്പൊ മെട്രോ ട്രെയിൻ ഈ വീട്ടിലേക്ക് ഓടിച്ചു കയറ്റിയ നീയായിരുന്നല്ലേ? ആ, കണ്ട കണ്ട കണ്ട, അത് കേട്ടപ്പോ തന്നെ അളി അന്തം വിട്ടില്ലേ? ഞാൻ അന്തം വിട്ട അതിനൊന്നുമല്ല. പിന്നെ ഇതുപോലൊരു ചടങ്ങിന് എല്ലാവരെയും വിളിക്കാൻ പറ്റുമോ? ഇത് നല്ല കാര്യമായി പോയി. കേട്ടോടിക്ക്. അളിയ, ഇതിലൊക്കെ ഒരുപാട് പ്രോട്ടോപ്ലാസങ്ങളില്ലേ? പ്രോട്ടോപ്ലാസോ? പ്രോട്ടോകോൾ. ആ, അതെ ചേച്ചി പറഞ്ഞ പ്രോട്ടോകോൾ. അതിവിടെ തെറ്റി. പുതുമുഖ കൗൺസിലറായ സൈനബയെ പോലും ക്ഷണിച്ചിട്ടും എന്റെ ചേച്ചി നൈസായിട്ട് എല്ലാവരുടെ തേച്ചങ്ങോട്ടിച്ച്. എന്ന് വെച്ചാ ഹർ ചീസോ കോ ഹരേക്ക് വ്യവസ്ഥ. അളിയ, ഇങ്ങനെ ഉരുട്ടാതെ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറ. എന്ന് വെച്ചാ ഓരോന്നിനും ഓരോ വ്യവസ്ഥ ഉണ്ടെന്ന്. എന്ത് വ്യവസ്ഥ? സദസ്സിലിരിക്കാനെങ്കിലും ക്ഷണിക്കാമായിരുന്നു. എടി പത്മം, ഇതൊരു പൊതുവായ കാര്യമല്ലേ? നിന്റെ ആങ്ങളയുടെ കല്യാണത്തിന് ക്ഷണിച്ചില്ല എന്ന് പരിഭവം പറയുന്ന പോലാണല്ലോ നീ ഇപ്പൊ പറയുന്നത്. ആണക്കേട്. ഇതിപ്പോ മെട്രോ ട്രെയിൻ 6-ാം വാർഡിൽ കൊണ്ടുവരണമെന്ന് വെച്ചാൽ നടക്കുവോ? നടക്കത്തില്ലല്ലോ. അളിയ,
അളി ഇപ്പൊ എന്തോന്ന് പറഞ്ഞേ? അല്ല മെട്രോ ട്രെയിന് 6-ാം വാർഡിൽ മതി കൊണ്ടുവരുന്ന മതി കിട്ടി ചേച്ചി. മതി ചേച്ചി, ഇത് മതി. ചേച്ചി ദേ, അളി ഇപ്പൊ പറഞ്ഞതാണ് പോയിന്റ്. ഇത് കിടക്കും. അതെ, 6-ാം വാർഡിലേക്ക് നമ്മളൊരു മെട്രോ ട്രെയിൻ കൊണ്ടുവരുന്നു. എങ്ങനെ? ജഞ്ചീറാക്കോ പാഗൽ ഹോ ഗയാ തോ ക്യാ കരേഗാ? അളി ഇപ്പൊ ഹിന്ദിയിൽ എന്തോ ഉരുട്ടിയല്ലോ. എന്തുവാ? അല്ല അസാധ്യമായിട്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞതാ. ചേച്ചി കണ്ട, അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് ആളിയം വരെ സമ്മതിച്ചു. നമ്മൾ 6-ാം വാർഡിൽ ഒരു മെട്രോ ട്രെയിൻ കൊണ്ടുവരുന്നു. കലക്കി. പോത്തോങ്കോ വേദ് പോലെ സേ മതി. അളി ഇപ്പൊ ഹിന്ദിയിൽ ഉരുട്ടാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല, അതല്ലേ? ബാഗ് സഞ്ചിയും കൂടെയൊക്കെ